താമരശ്ശേരിയിൽ ഫ്രഷ് കട്ട് വിരുദ്ധ സമരസമിതി നടത്തുന്ന സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് നിരാഹാരം ആരംഭിച്ച ബിജു കണ്ണന്തറയെ അറസ്റ്റ് ചെയ്ത് ആശുപത്രിയിലേക്ക് മാറ്റി. നിരാഹാര സമരത്തിന്റെ 4ാം ദിനം ആരോഗ്യനില വഷളായതിനെ തുടർന്നാണ് നടപടി. ഇതോടെ സമരസമിതി അംഗം കൈപ്പക്കമണ്ണിൽ സൈദൂട്ടി നിരാഹാര സമരം ആരംഭിച്ചു. കമ്പനി അടച്ചുപൂട്ടും വരെ അനിശ്ചിതകാല നിരാഹാര സമരം തുടരുമെന്ന് സമരസമിതി പ്രവർത്തകർ പറഞ്ഞു. അനീസ് അലി വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അനീസ്, പ്രതിഷേധത്തിൽ നിന്ന് സമരക്കാർ പിന്നോട്ടില്ല അല്ലേ? തീർച്ചയായും കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പന്തൽ കെട്ടി സമരം നടത്തുന്ന സമരക്കാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് കട്ടിപ്പാറ മുൻ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ബിജു കണ്ണന്തറ നിരാഹാര സമരം ആരംഭിച്ചത്. നിരാഹാര സമരം 4 ദിവസം പിന്നിടുമ്പോൾ ഇന്ന് അദ്ദേഹത്തിന്റെ ആരോഗ്യനില വഷളായതിനെ തുടർന്നാണ് പോലീസ് എത്തി ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. പക്ഷേ ഈ സമരം ഒരു നിലക്കും പിന്നോട്ട് കൊണ്ടുപോവില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അടുത്ത ഒരാൾ സമരം ആരംഭിച്ചിരിക്കുകയാണ്. ഇന്നിപ്പോ പുതിയ ഒരാൾ കൂടി സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൈപ്പക്കമണ്ണിൽ സൈദുട്ടി, അദ്ദേഹം ഈ സമരസമിതി അംഗമാണ്. അദ്ദേഹത്തെ, അതായത് ബിജു കണ്ണന്തറയെ ആശുപത്രിയിലേക്ക് മാറ്റിയ ആ സന്ദർഭത്തിൽ തന്നെ ഈ സൈദുട്ടി സമരം ആരംഭിച്ചു. അദ്ദേഹം നിരാഹാര സമരം ആരംഭിച്ചു. മരണം വരെ നിരാഹാരം തുടരും എന്നാണ് സമരസമിതി അറിയിക്കുന്നത്. അവർ പറയുന്നത് ഈ ഫ്രഷ് കട്ട് കാരണം ജീവിതം അസഹ്യമായിരിക്കുന്നു, ദുസ്സഹമായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ കമ്പനി അടച്ചുപൂട്ടുന്നത് വരെ, തങ്ങൾക്ക് സ്വൈരമായി ഇവിടെ ജീവിക്കാൻ കഴിയുന്നത് വരെ തങ്ങൾ ഈ സമരം തുടരും. അതിനു മുമ്പ് മരണമാണെങ്കിൽ മരണം എന്ന രൂപത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ നിരാഹാര സമരവുമായി അവർ മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ 6 വർഷമായി അവർ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് പക്ഷേ ഈ നിരാഹാര സമരം എന്നത് പുതിയൊരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ സമരം എന്ത് വില കൊടുത്തും മുന്നോട്ട് കൊണ്ടുപോകും. കമ്പനി അടച്ചുപൂട്ടും വരെ സമരം തുടരുമെന്നാണ് ഇപ്പോൾ സമരക്കാർ പറയുന്നത്. ശരി, അനീസ് അലിയാണ് വിവരങ്ങൾ നൽകിയത്.